രാജ്യത്തെ 4 സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവും വിധിയെഴുതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാത്തിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നാകെ രാജ്യത്ത് 3 സംസ്ഥാനത്ത് മാത്രമാണ് അധികാരമുള്ളത്. ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ കർണാടക, തെലങ്കാന, പിന്നെ ഹിമാചൽ പ്രദേശ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. കോൺഗ്രസിന് തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെല്ലാമൊക്കെ ദേശീയ നേതാക്കന്മാർ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം അത് കേരളം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ DMK-യോടൊപ്പമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവിടെ DMK അധികാരത്തിൽ വന്നാലും കോൺഗ്രസിന് മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കാറില്ല. മുന്നണിയായി മത്സരിക്കുമ്പോഴും അധികാരം പിടിച്ചാൽ മുഴുവൻ മന്ത്രിസ്ഥാനങ്ങളും DMK തന്നെയാണ് കൈകാര്യം ചെയ്യാറ്. കോൺഗ്രസ് പിന്നീട് ഒരു വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനം ആസാമായിരുന്നു. ഒരു കാലത്ത് കോൺഗ്രസ് അതിൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന സംസ്ഥാനം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുന്ദരി, ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നല്ല അറിയപ്പെടുന്ന ആസാം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയതിനു ശേഷം ആസാമിലേക്ക് ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് സാധ്യമായിട്ടില്ല. കോൺഗ്രസുകാരനായിരുന്ന കോൺഗ്രസിന്റെ MLA-യും മന്ത്രിയുമെല്ലാമായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ BJP-യിലേക്ക് പോയതിനു ശേഷം ആസാം കോൺഗ്രസ് നാമാവിശേഷമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള നേർക്കുന്ന ഏറ്റുമുട്ടൽ നടക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ ഒരു കാഹളം മുഴക്കുമെന്നൊരു പ്രതീക്ഷ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പോലും പങ്കുവെക്കുന്നില്ല. അവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ ഈ ആസാമിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വേണം. മറ്റ് കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം കോൺഗ്രസും ഇടതുമുന്നണിയും UDF-ഉം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ഉം CPI-എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ്. BJP-ക്ക് കാര്യമായ പ്രസക്തിയില്ല. പക്ഷേ BJP-യുമായി നേർക്കുന്ന ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിൽ അതൊരു ചലനം സൃഷ്ടിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഹരിയാന, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ വിജയം ഒരു വലിയ മധുരമുള്ള വിജയമായിരിക്കില്ല. വിജയിച്ചാൽ അവിടെ കോൺഗ്രസിന് BJP-യുമായി നേർക്കുനേരം പോരാടുന്ന സംസ്ഥാനമായ ആസാമിൽ വിജയിച്ചാൽ കോൺഗ്രസിന് തലയുയർത്തി നിൽക്കാൻ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ ഒരു കാഹളം മുഴക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഈ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും വോട്ടെണ്ണി കഴിയുമ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു സാധ്യത നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം അത്ര എളുപ്പമല്ല കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ്. കോൺഗ്രസിന് ഒരിക്കലും തിരിച്ചുവരാൻ കഴിയില്ല എന്നല്ല. എന്നാൽ ഒറ്റയടിക്ക് കോൺഗ്രസിന് ആസാം ആയിക്കോട്ടെ, ബംഗാൾ ആയിക്കോട്ടെ, എവിടെയും തിരികെ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ, ഇപ്പൊ ബംഗാൾ ആയാലും ആസാം ആയാലും നിലവിലെ കോൺഗ്രസിന്റെ സാഹചര്യം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയ അവസ്ഥ മെച്ചപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയും. അതൊരിക്കലും ഒരു അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ ഉള്ളത് തമിഴ്നാടിന്റെ കാര്യം എടുക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ DMK-ക്കൊപ്പമാണ്. മുന്നണി മര്യാദകളൊന്നും തന്നെ DMK പാലിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും നിർത്തുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ ജയിച്ചാൽ പോലും മുന്നണി മര്യാദകളൊന്നും പാലിക്കാതെ മന്ത്രിസ്ഥാനമൊന്നും കോൺഗ്രസിന് നൽകാറില്ല DMK. എന്നാൽ ഇത്തവണ ചിലപ്പോൾ ഒരു മാറ്റം DMK-ക്ക് അധികാരം കിട്ടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അധികാര തുടർച്ച കിട്ടുകയാണെങ്കിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ ആവശ്യം ആദ്യം തന്നെ മുന്നോട്ട് വെച്ചതാണ്, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം എന്നുള്ളത്. അല്ലെങ്കിൽ TVK-ക്കൊപ്പം മത്സരിക്കുമോ എന്നുപോലുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നതാണ്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രം അല്ലെങ്കിൽ തമിഴ് മണ്ണിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നതെങ്കിൽ കൂടി കോൺഗ്രസിന് വ്യക്തമായ സ്വാധീനമുള്ള മണ്ണ് തന്നെയാണ് തമിഴ് മണ്ണ്. TVK-ക്കൊപ്പം പോയിട്ടില്ല ഇപ്പോഴും, അല്ലെങ്കിൽ TVK-ക്കൊപ്പം പോകുമെന്ന് DMK-ക്ക് വലിയ ഭയമുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണമല്ലോ DMK-ക്കൊപ്പം ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു തുടർഭരണം തമിഴ്നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിന് മറിച്ച് DMK മന്ത്രിസ്ഥാനങ്ങൾ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് കേരളമാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ BJP-ക്ക് വ്യക്തമായ ഒരു സ്വാധീനം ഇതുവരെയും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. BJP കൂടിപ്പോയാൽ അല്ലെങ്കിൽ കഷ്ടിച്ച് 1-2 സീറ്റ് അല്ലെങ്കിൽ 1-2 താമര കേരളത്തിൽ വിരിഞ്ഞാൽ അത് തന്നെ അത്ഭുതം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി കേരളത്തിൽ കോൺഗ്രസിൽ അധികാരത്തിൽ വന്നാൽ അതെനിക്ക് തോന്നുന്നില്ല ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ്, രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളമായി കേരളത്തിലെ വിജയം കണക്കുകൂട്ടാൻ കഴിയില്ല. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മെച്ചപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയും. തീർച്ചയായും കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനമായ
ആസാമിൽ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം തന്നെയാണ് കോൺഗ്രസിന് വിനയായി മാറുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ഒരു പരിധിവരെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ ബേസ് വോട്ട് എപ്പോഴും ഹിന്ദു വോട്ടുകൾ തന്നെയാണ്. ആസാം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ ഹിന്ദു വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കാൻ BJPക്ക് കഴിഞ്ഞു. അതിന്റെ പരിണിത ഫലമായി തെരഞ്ഞെടുപ്പിൽ വിജയം അവർക്കുണ്ടാകും. കോൺഗ്രസിന്റെ വോട്ടുകൾ, നഷ്ടപ്പെട്ടുപോയ വോട്ടുകൾ മുഴുവനായി കോൺഗ്രസിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആസാം പോലെയുള്ള സംസ്ഥാനത്ത് കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ. ആസാമിലടക്കം കോൺഗ്രസിന് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായി മുദ്ര കുത്തുന്നതിൽ BJP വിജയിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മറുവശത്തൊരു ചോദ്യമുണ്ടല്ലോ, വർഗീയമായി BJP ആസാമിൽ ഇറക്കുന്ന കാർഡ്, അല്ലെങ്കിൽ ആസാമിൽ BJP സംസാരിക്കുന്നത് വർഗീയമായിട്ടാണ്. ഹിന്ദുക്കളെ ഒപ്പം നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി വോട്ട് ബാങ്കുകൾ, ഹിന്ദു വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളുമാണല്ലോ. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമോ? തീർച്ചയായും രാജ്യത്ത് BJP പയറ്റി തെളിഞ്ഞ അതേ സംവിധാനം തന്നെയാണ് ആസാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ നേരിട്ട് മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസവും അടക്കം അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്നൊരു ലക്ഷ്യം ആസാമിൽ BJPക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആസാമിന്റെ ഭരണം BJPയുടെ കൈകളിലേക്ക് എത്തും എന്ന ശുഭാപ്തി വിശ്വാസം അവർ പങ്കുവെക്കുന്നത്. കോൺഗ്രസ് അവിടെ ഭരിച്ചപ്പോൾ അവിടെ ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും എല്ലാം കോൺഗ്രസിന്റെ ബേസ് വോട്ടുകളായിരുന്നു. ദളിത് പിന്നോക്ക വോട്ടുകളെല്ലാമായിരുന്നു കോൺഗ്രസിന്റെ ബേസ് വോട്ടുകൾ. ആ ബേസ് വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമായി എന്ന് മാത്രമല്ല, അവിടെ BJPയുടെ അതേ സമീപനം കോൺഗ്രസിന് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ഹിമന്ത ബിശ്വ ശർമ്മ നാഴികയ്ക്ക് 40 വട്ടം മത തീവ്രവാദം പറയുമ്പോൾ തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ്, അവിടെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ, ആസാം PCC അധ്യക്ഷൻ, കോൺഗ്രസ് MP കൂടിയായ ഗൗരവ് ഗൊഗോയ് ആ രൂപത്തിലല്ല പ്രചരണം നടത്തുന്നത്. അദ്ദേഹം ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും ജൂതനെയും പാഴ്സിയെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ് ആസാമിൽ കോൺഗ്രസ് പയറ്റുന്നത്. പക്ഷേ ആ രാഷ്ട്രീയം എത്രത്തോളം ജനങ്ങൾ ഈ ദിവസങ്ങളിൽ ഉൾക്കൊള്ളുമെന്നതാണ് കണ്ടറിയാനുള്ളത് കാര്യം. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞു ആസാമിൽ. അത് വരും കാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ, മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് വോട്ട് ചോദിക്കുമ്പോൾ, വികസനത്തിന്റെ പേരിൽ കോൺഗ്രസ് വോട്ട് ചോദിക്കുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ എത്രത്തോളം ജനങ്ങൾ തയ്യാറാകും? വരും കാലങ്ങളിൽ അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് തന്നെ ആസാമിൽ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് പറഞ്ഞതായിരുന്നു ശരിയെന്ന് ആസാമിലെ ജനങ്ങൾ തിരിച്ചറിയും. പക്ഷേ ആസാമിന്റെ മലമടക്കുകളെ ഇപ്പോഴും മതത്തിന്റെ പേരിൽ രണ്ടായി ധ്രുവീകരിക്കാൻ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് കോൺഗ്രസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ BJPയുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ BJP വിജയിച്ചിട്ടുണ്ട്. അത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് തന്നെയാണ് ആസാമിൽ നിന്ന് വരുന്ന വാർത്തകൾ. കോൺഗ്രസിന് അധികാരം ലഭിക്കാനുള്ള സാധ്യത വിദൂരമാണ്. ആ കോൺഗ്രസ് വോട്ടുകൾ ഇത്തവണ കോൺഗ്രസ് ലഭിച്ചിരുന്ന, പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ടുകൾ അടക്കം ഇത്തവണയും BJPയുടെ ക്യാമ്പിലേക്ക് എത്തും. അതുമാത്രമല്ല, തീവ്ര വികാരമുയർത്തി BJP കളിക്കുന്ന നെറുകെട്ട രാഷ്ട്രീയത്തിന് ഇത്തവണയും ആസാമിലെ ജനത അംഗീകാരം നൽകുമെന്ന് തന്നെയാണ് ആസാമിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.